കനത്ത മഴയിൽ യുഎഇയിലെ ജനജീവിതം താളം തെറ്റി. റോഡ് ഗതാഗതം മുതൽ വിമാന സർവീസുകളെ വരെ മഴ ബാധിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അരമണിക്കൂറോളം നിർത്തിവെക്കേണ്ടി വന്നു. 45 വിമാനങ്ങൾ റദ്ദാക്കി. ദുബായ് മെട്രോ സ്റ്റേഷനുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മെട്രോ സർവീസുകൾ റദ്ദാക്കി. റെഡ് ലൈനിൽ യുഎഇ എക്സ്ചേഞ്ച് മുതൽ ഇന്റർനെറ്റ് സിറ്റി വരെയുള്ള സർവീസ് നിലച്ചുവെന്ന് RTA അറിയിച്ചു. 7 എമിറേറ്റുകളിലും ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. തെക്കൻ അലൈനിൽ കനത്ത ആലിപ്പഴ വർഷവും അനുഭവപ്പെട്ടു. ദുബായ്, ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിലെ പ്രധാന റോഡുകളെല്ലാം വെള്ളത്തിലായി. പലയിടങ്ങളിലും റോഡിന് നാശനഷ്ടം നേരിട്ടതിനാൽ പാതകൾ അടച്ചു. റാസൽ ഖൈമയിലും ഉമ്മുൽ ഖുവൈനിലും മണ്ണിടിച്ചിലിൽ റോഡുകൾ തകർന്നു. കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം നേരിട്ടു. മേൽക്കൂര തകർന്ന് ബഹുനില കെട്ടിടങ്ങളിൽ വരെ ചോർച്ച അനുഭവപ്പെട്ടു. വെള്ളക്കെട്ടിൽ 100 കണക്കിന് വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. മഴ ശക്തമാകുമെന്നതിനാൽ വീടുകളിൽ തന്നെ തുടരാനാണ് യുഎഇ ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ നിർദ്ദേശം. രാത്രിയിലും വ്യാപക മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ വടക്ക് കിഴക്കൻ എമിറേറ്റുകളിൽ മഴ തുടരും. കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് സ്കൂൾ പഠനം ഓൺലൈനിലേക്ക് മാറ്റിയിരുന്നു. സർക്കാർ ജീവനക്കാർക്ക് നാളെയും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകി. ഗൾഫ് മേഖലയിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി യുഎഇക്ക് പുറമെ ഒമാൻ, ബഹ്റൈൻ, ഖത്തർ, സൗദി എന്നിവിടങ്ങളിലും മഴ തുടരുകയാണ്.